ഈ നാഷണൽ സെക്യൂരിറ്റി മെമ്മോറാണ്ടം 200 1975 റിച്ചാർഡ് നിക്സൺ ഒപ്പുവെച്ചതിന് ശേഷം 8 അമേരിക്കൻ ഏജൻസികൾ കൂടിയാണിത് നടപ്പാക്കാൻ തുടങ്ങിയത്. 6 മാസം കൊണ്ട് വത്തിക്കാൻ ഇതറിഞ്ഞ് വത്തിക്കാൻ ഇടപെട്ടു. ഇത് ഇമ്മോറലാണ്, അണെത്തിക്കലാണ്, ചെയ്യാൻ പാടില്ല എന്ന് വത്തിക്കാൻ എതിർത്ത് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ടായി. അവർക്കത് നിർത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരവസ്ഥയിൽ ഹെൻറി കിസിഞ്ചർ ആ റിപ്പോർട്ട്, ഇതിൻ്റെ ഉത്തരവാദിത്തം പെൻറ്റഗണിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. AMS ഡിഗ്രി എടുത്തതിന് ശേഷം പ്രകൃതി ചികിത്സ കൂടെ പഠിച്ച് ആലുവ നേച്ചർ ലൈഫിൽ സേവനമനുഷ്ഠിക്കുകയാണ് ഡോക്ടർ റീനു റോസ്. സ്വാഗതം അർപ്പിക്കാൻ റീനുവിനെ ക്ഷണിക്കുന്നു. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ. ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. നിരന്തര ആനന്ദമാണ് ഹെൽത്ത്. രോഗമില്ലായ്മയും സാമൂഹ്യ മാനസിക ആരോഗ്യമൊന്നുമല്ല. ഇറ്റ് ഈസ് നിരന്തര ആനന്ദം. ആ നിരന്തര ആനന്ദം അനുഭവിച്ച് തിരിച്ചു വരുന്നതാണ് മമ്മൂട്ടി. അപ്പോൾ എന്തെന്നാ പത്രം എഴുതേണ്ടത്? പ്രകൃതി ചികിത്സയിലൂടെ ക്യാൻസറിനെ വിജയിച്ച, ക്യാൻസർ മുക്തനായ ഒരു പേഷ്യൻറ്റിൻ്റെ കഥയാണിതെന്ന് പറയുന്നതിന് പകരം ജനങ്ങളെ മിസ്ലീഡ് ചെയ്യിക്കുകയാണ്. ആശുപത്രി പണിയാനും ഇതിനൊക്കെ കോടികൾ മുടക്കിയ മുതലാളി മാസാരംഭത്തിൽ യുവന്മാരെയൊക്കെ വിളിച്ചവിടെ ഇരിക്കും. ഒരു കാര്യവും ഞങ്ങളോട് പറയില്ല. ജനാരോഗ്യ പ്രസ്ഥാനം എവിടെ സംസാരിക്കാൻ പോയാലും 100% അതിലുണ്ട്. പാർലമെന്റിൽ രേഖകളുണ്ട്. കിരിപ്പാലം ഞാൻ മരിക്കാൻ പോവുകയാണ്, അത് ഡോക്ടർ നിശ്ചയിച്ചു കഴിഞ്ഞു, നീ അദ്ദേഹത്തെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണേ, എൻ്റെ അന്ത്യാഭിലാഷം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ നല്ലൊരു ക്ലാസ്സാണ് ഇന്ന് നടത്തിയത്. കാരണം നമുക്ക് എന്താണ് പ്രകൃതി ജീവനമെന്നും അതുപോലെ വാക്സിൻ എടുത്തവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, ഇനി വാക്സിൻ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് ജേക്കബ് സാറ് ക്ലാസ് എടുത്തായിരുന്നു. അത് വളരെ പ്രയോജനകരമാണ് ആ ക്ലാസ്. പ്രകൃതി ജീവനം തന്നെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർക്ക് കിട്ടുന്നൊരു നല്ലൊരു സുവർണ്ണ അവസരമാണ്. കാരണം നമ്മൾ ഈ വിഷങ്ങൾ മുഴുവൻ കഴിച്ച്, അതുപോലുള്ള മരുന്നുകളെല്ലാം കഴിച്ച്, മരുന്ന് കമ്പനിക്കാരുടെ പ്രോഫിറ്റിന് വേണ്ടി കഴിച്ചിട്ടാണല്ലോ നമുക്കൊക്കെ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു ശ്രമമാണ് ഇതെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോഴും നമുക്ക് പല പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ്, ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഓരോ സൈഡുകൾക്കൊക്കെ വേദനയും തളർച്ചയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. വാക്സിൻ പക്ഷേ അന്ന് നിർബന്ധമായിരുന്നു എടുക്കണമെന്നുള്ള ഗവൺമെൻറ്റിനുള്ള നിർബന്ധത്തിന് വഴങ്ങിയാണ് നമ്മളത് എടുത്തത്. അപ്പോൾ ഡോക്ടർ പറയുന്നതോട് യോജിക്കുന്നു? 100% യോജിക്കുന്നു. അത് ഇനിയും സപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും. നേച്ചുറോപ്പതിയിൽ മുൻപ് വല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
തീർച്ചയായിട്ടും എൻ്റെ അച്ഛന് ഒരു 87 വയസ്സുള്ളപ്പോൾ കാലിൻ്റെ ഉപ്പുകുറ്റിക്ക് ഒരു പൊട്ടലുണ്ടായി. അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോവുകയും അവരുടെ ഡോക്ടർ എൻ്റെ അനന്തരത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അവർ നേരിട്ട് വന്ന് കാല് കീറി ആ പൊട്ടിയ ഭാഗം കീറി മരുന്ന് വെച്ചു. പക്ഷേ ആ മരുന്ന് വെച്ചിട്ടൊന്നും കുറേ നാളുകളായിട്ട് 2-3 മാസമായിട്ട് ഉണങ്ങാച്ചിട്ട് ഞങ്ങൾ വൈറ്റിലയിലുള്ള വെൽകെയർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കുകയും അവിടുത്തെ ഡോക്ടർ എല്ലാവിധ പരിശോധനകൾ നടത്തിയതിന് ശേഷം അദ്ദേഹം നമ്മളോട് നിർദ്ദേശിച്ചത് ഈ കാലിൻ്റെ മുട്ടിന് മേളിൽ വെച്ച്, അതായത് തൊടയുടെ ഭാഗം വെച്ച് മുറിക്കാനാണ് നിർദ്ദേശം. കാരണം അച്ഛനൊരു ചെയിൻ സ്മോക്കറായിരുന്നു, ബീഡിയും സിഗരറ്റും ഒക്കെ നിരന്തരമായി വലിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിക്കോട്ടിൻ കയറിയിട്ട് ബ്ലഡിൻ്റെ ഈ ഞരമ്പുകളെല്ലാം ബ്ലോക്കായിരിക്കുവാണെന്നും അതുകൊണ്ട് ഇനി കാല് മുറിക്ക് മാത്രമേ മാർഗമുള്ളെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് എൻ്റെ ഒരു വളരെ അടുത്തൊരു ഡോക്ടറായിരുന്നു, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിട്ടുണ്ടായിരുന്ന ഡോക്ടർ രാംലാൽ. അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ചു, സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അച്ഛൻ്റെ കാലം. അപ്പോൾ പറഞ്ഞു ഒരിക്കലും മുറിക്കരുത്, താങ്കൾ ഒരു കാര്യം ചെയ്യും, അച്ഛനായിട്ട് ഇങ്ങോട്ട് പോകാൻ, ഞാൻ ഇവിടെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരാമെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞാനും അച്ഛനും കൂടി നേരെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു. അദ്ദേഹം വേറൊരു ഡോക്ടറെ ഏർപ്പാട് ചെയ്ത് തന്നു, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, വേണ്ട രീതിയിൽ പരിശോധന നടത്തി ഇത് വേണ്ട ചികിത്സ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ അച്ഛനെ അഡ്മിറ്റാക്കി. അയാളുടെ ഒരാഴ്ചയോളം കിടന്ന എല്ലാ പരിശോധനകളും നടത്തിയിട്ട് അവിടുത്തെ ഡോക്ടറും ഇത് മുറിക്കാൻ മാത്രമേ മാർഗമുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ നമുക്ക് നിവൃത്തിയില്ലെന്നും പറഞ്ഞ് വിട്ടു. അതിനുശേഷം നമ്മൾ ആയുർവേദ ഡോക്ടർ, എൻ്റെ ഒരു പുതിയകാവിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അഡ്വക്കേറ്റിൻ്റെ വൈഫുണ്ടായിരുന്നു, അവരവിടുത്തെ മെയിൻ ഡോക്ടറാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു നമുക്കത് മാറ്റാം, വേറെ കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് അവർ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. അതിനുശേഷം ഞാനൊരു വിഷകാരി ചികിത്സകൻ പട്ടർക്കാട്, ചേർത്തല പട്ടർക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് നെയ്യും അതുപോലുള്ള കുറച്ച് മരുന്നുകളൊക്കെ വെച്ച് തന്നു. ആ മരുന്നെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് പുഴുവായി. അച്ഛൻ്റെ കാലിൽ നിന്ന് ഒരു ദിവസം ഒരു 10 പുഴുവെങ്കിലും ഞാനെടുത്ത് കളയുന്ന രീതിയിൽ വലിയ പുഴുവായി മാറിയിരുന്നു. അതിനുശേഷം അപ്പോൾ ആ ചികിത്സ നിർത്തി. അപ്പോഴാണ് ഞാൻ ഡോക്ടർ ജേക്കബ് പടക്കാഞ്ചേരി, എൻ്റെ ഫ്രണ്ട് ഒരു സന്തോഷമുണ്ട്, അപ്പോൾ ഞങ്ങളൊക്കെ ആയിട്ട് ഇദ്ദേഹമായിട്ട് പരിചയമുള്ളതായതുകൊണ്ട് ഞാൻ ഫോൺ ചെയ്യുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു കാലൊന്നും മുറിക്കരുത്, എന്നെ ഒന്ന് കണ്ടിട്ട് ബാക്കി തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു സച്ചനുമായിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ഓരോ ക്യാരറ്റ് ജ്യൂസൊക്കെ തന്ന് ഞങ്ങൾ 3 പേരും അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ഈ കെട്ടെല്ലാം അഴിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ ദിവസം രാവിലെ 8:30 തൊട്ട് 9 മണി വരെയുള്ള അരമണിക്കൂർ നേരത്തെ വെയിൽ കൊള്ളിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് മാത്രം ഒരാഴ്ച ചെയ്തിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് ഒരാഴ്ച നമ്മൾ വെയിൽ കൊണ്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കാല് അത്രയും നാളും പഴുത്ത് പുഴു വന്നിരുന്ന പുഴുവെല്ലാം ചേർത്ത് കാല് ഉണങ്ങി അച്ഛന് നടക്കാൻ പറ്റുന്നത്. അതുവരെ അച്ഛനെ ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ഒരാളുടെ സഹായം വേണം. അച്ഛൻ തനിയെ നടന്ന് പോകുന്ന സിറ്റുവേഷനുണ്ടായി. അതിനുശേഷം ഏതാണ്ട് ഒരു 5 വർഷം കൂടി അച്ഛന് 93 വയസ്സായപ്പോൾ അച്ഛൻ വാർദ്ധക്യ സഹജമായ അസുഖത്താൽ മരിക്കുന്നതെന്ന് വരെ അച്ഛന് ഈ കാലുകൊണ്ട് വേറെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല നടന്ന് ബാത്റൂമിൽ പോകാനൊക്കെ പറ്റിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും സ്വന്തം നിലയിൽ കുളിക്കാൻ വരെ അച്ഛൻ ഈ 91 വയസ്സ് വരെ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമാണ്. അപ്പോൾ അത് നമുക്ക് അതിയായ വിശ്വാസമുണ്ട്. പ്രകൃതി ക്ലാസ്സിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? ക്ലാസ്സിന് ഇന്ന് ഫേസ്ബുക്കിൽ ഈ ക്ലാസ്സിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ തീരുമാനിച്ചതിൽ പങ്കെടുക്കണം, അതിന് വന്ന് ഇവിടുത്തെ ഇതിൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുള്ള ഈ മുൻ അനുഭവം വെച്ച് വന്നതാണ്. എവിടെ നിന്നാണ്? പെരുമ്പളം, ചേർത്തല, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ പെരുമ്പളം എന്ന് പറയുന്ന വില്ലേജിൽ നിന്നാണ് ഞാൻ വരുന്നത്. വളരെ ബ്ലോക്ക്, അതായത് രാവിലെ പോകുന്നെങ്കിലും ഇന്ന് അവിടെ ഏതോ പാലത്തിൻ്റെ വെള്ളം കെട്ടും, അത് കാരണം എല്ലാ വണ്ടിയും ഒരു സൈഡിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ഏകദേശം 2-2.5 മണിക്കൂർ അവിടെ നിന്ന് ഇവിടം വരെയും വരാൻ വേണ്ടി വണ്ടിയിൽ കാറിലാണ് വന്നത്. അത്രയും സമയം എനിക്ക് നഷ്ടപ്പെട്ടു. അതിന് ശേഷമാണ് ഇവിടെ വന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുക. അപ്പോൾ എല്ലാം താണ്ടിയാണ് ഈ ക്ലാസ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധ ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊരു മികച്ച ക്ലാസ്സായിരിക്കും. ഇത് ഒത്തിരി ആൾക്കാർക്ക് പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇന്ന് ഞാൻ കുറച്ച് വൈകിയാണ് വന്നത്, പക്ഷേ നല്ല ക്ലാസ്സാണ്. ഇപ്പം ഞാൻ വരുമ്പോൾ കേട്ടത് കോവിഡിനെ സംബന്ധിച്ചുള്ള വാക്സിനെ കുറിച്ചുള്ളതായിരുന്നു. അത് ഞാൻ അനുകൂലിക്കണമാണ്. ഇവിടെ സാർ പറഞ്ഞ ക്ലാസ്, സാർ പറഞ്ഞതുമായിട്ട് എനിക്ക് യോജിപ്പാണുള്ളത്. എങ്ങനെയാണ് ഈ ക്ലാസ്സിനെ പറ്റി അറിഞ്ഞത്? ഞാൻ അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയാണെന്ന് തോന്നുന്നു, പത്രത്തിൽ കണ്ടായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ നോർത്തിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാനങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്നുള്ള ഉദ്ദേശം. എവിടുന്നാണ് ചേട്ടൻ വരുന്നത്? ഞാൻ ഇവിടെ കൊച്ചി തന്നെയാണ്. ഈ ക്ലാസ്സിനെ പറ്റി എന്താണ്? ക്ലാസ് ഇത് നല്ല ക്ലാസ്സാണ്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കേണ്ടതാണ്. ഇവിടെ ഈ അലോപ്പതി മെഡിസിൻ എന്ന് പറഞ്ഞിട്ട്
വാസ്തവത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നൊരു മേഖലയായി മാറിയിരിക്കണം. കാരണം നമുക്ക് ഇവിടെ നമ്മുടെ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ മരണം വരെയും അവൻ്റെ സംരക്ഷണം കൊടുക്കേണ്ടത് ആ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെ പറ്റിക്കുന്ന ഒരു തരം ഏർപ്പാടായി മാറിയിരിക്കുന്നു ഈ ആരോഗ്യ മേഖല. പറ്റിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സേവന മേഖലകൾ നമ്മുടെ ഈ നാട്ടിലുള്ള മനുഷ്യന് സേവനം ചെയ്യാൻ വേണ്ടി ഉള്ള പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളെ നമ്മളെ ഗവൺമെൻറ് ജനങ്ങളുടെ പണം മുടക്കിക്കൊണ്ട് അവരെ പ്രൊഫഷണലുകളെ സൃഷ്ടിച്ച് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കുന്നു. കോളേജുകളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് അവർ പഠിച്ചു വന്ന് കഴിഞ്ഞാൽ അവർ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഈ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ജനങ്ങളുടെ പണം ഉപയോഗിച്ച് കോളേജുകൾ പണിത് ഇവരെ പഠിപ്പിച്ച് വലുതാക്കുന്നത്. പഠിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കച്ചവടമാണ്. ഈ കച്ചവടമാണ് ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രൊഫഷണലുകളും ചെയ്യുന്നത്. ഇപ്പോൾ മെഡിക്കൽ സംബന്ധമായിട്ടാണ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് എന്നാക്കി മാറ്റിയിരിക്കുന്നു. പണം മേടിക്കുന്ന ഒരു സംവിധാനമാക്കി മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇതൊരു സേവനം എന്നുള്ളത് കച്ചവടത്തിലേക്കാണ് പോകുന്നത്. അത് സേവന മേഖലകളെല്ലാം തന്നെ അതെ, വിദ്യാഭ്യാസം അതെ, അതുപോലെ തന്നെ നിയമം അതെ. നിയമം ഇപ്പോൾ ഇവിടെ നിയമത്തിൻ്റെ മേഖലകൾ വളരെ അഴിമതിയാണ് നടക്കുന്നത്. ഇവിടെ വക്കീലന്മാർ പലരും സേവന മേഖലകളിൽ സേവനം ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടാകുന്നവന് നിയമ തടസ്സങ്ങളോ നിയമ ബുദ്ധിമുട്ട് നേരിടുന്നവനെ സഹായിക്കുന്നതിന് പകരം അവൻ്റെ കയ്യിൽ നിന്ന് പണം കൊള്ളയടിക്കുന്ന കൊള്ളക്കാരായി മാറിയിരിക്കുന്നു. ഇവിടെ അതിന് ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെ ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ടവൻ ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവൻ്റെ നിന്ന് മിനിമം 10,000-15,000 രൂപയാണ് മേടിക്കുന്നത് ഒരു വക്കീൽ. അപ്പോൾ 2 പേര് വന്നു കഴിഞ്ഞാൽ 30,000 രൂപയായി, അവനൊരു മാസത്തെ പൈസയായി. കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ഇവിടെ ഈ നിയമപരമായ കാര്യങ്ങൾക്ക് ഒരു വ്യക്തി ഒരു വക്കീലിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ പകൽ കൊള്ള നടത്തുന്നവർ ഇവിടെയുള്ള എല്ലാവരും അല്ല, എല്ലാ വക്കീലന്മാരും അല്ല, 100% വക്കീലന്മാരും കൊള്ളക്കാരായി മാറിയിരിക്കുന്നു. വെറും കൊള്ള. അതുപോലെ തന്നെയാണ് മെഡിക്കൽ ഫീൽഡും. ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഇവരെയൊക്കെ വളർത്തി വലുതാക്കി നിയമം പഠിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ കോട്ട് വിട്ട് പോയി കഴിഞ്ഞാൽ ഇവർ നടത്തുന്നത് കൊള്ളയാണ്. പിന്നെ ഇവിടെ ലീഗൽ സർവീസ് അതോറിറ്റിയൊക്കെ ഉണ്ട്. അതും അവരും പിന്നെ കുറച്ച് ആളുകളെ സഹായിക്കും. ഇവരറിയാതെ കക്ഷികളിൽ നിന്ന് പൈസ മേടിക്കുന്ന ടീമുകളായി മാറിയിരിക്കുന്നു കുറേ ആളുകൾ. അതുപോലെ തന്നെയാണ് മെഡിക്കൽ ഫീൽഡും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡോക്ടർമാർ പഠിച്ചു കഴിഞ്ഞാൽ ഇവർ പണം ഉണ്ടാക്കാനുള്ള വേറെ മാർഗങ്ങളാണ് നോക്കുന്നത്. ഒരു വ്യക്തിയെ പരിശോധിച്ച് അവന് ആവശ്യമായ മരുന്ന് ആവശ്യമായത് എന്താണ് എന്ന് കൊടുക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ മരുന്ന് എഴുതി കൊടുക്കുക, മരുന്ന് കമ്പനികൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഏർപ്പാട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡോക്ടർ പരിശോധിക്കണില്ല. വാസ്തവത്തിൽ ഒരുപാട് രോഗികൾ വന്നു കഴിഞ്ഞാൽ അവൻ എന്താണ് അസുഖം അത് എഴുതിയിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് രോഗി പോകണതാണ്. അത് അവന് എപ്പോഴും കൊടുക്കുന്നത് വേദനാസംഹാരി പാരസിറ്റമോൾ. ഇവിടെ സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാ രോഗികൾക്കും കൊടുക്കുന്ന പാരസിറ്റമോൾ, എന്തസുഖം ഉണ്ടെങ്കിലും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ആൻറ്റിബയോട്ടിക്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കും ചെറിയ വേദനയൊക്കെ ഉണ്ടെങ്കിൽ പാരസിറ്റമോൾ 2 ദിവസം കഴിച്ച് കഴിഞ്ഞാൽ മാറി. കൂടുതൽ വേദന ഉണ്ടെങ്കിൽ അവൻ ആൻറ്റിബയോട്ടിക്കും പാരസിറ്റമോളും. പിന്നെ 3ാമത് കൊടുക്കുന്നതാണ് വിറ്റാമിൻ ഗുളിക. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന, മനുഷ്യനെ മഹാരോഗിയാക്കി മാറ്റുന്ന ഒരു ഏർപ്പാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അലോപ്പതി മെഡിസിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അലോപ്പതി മെഡിസിനിൽ നല്ലതുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്. വളരെ രോഗികളെ നല്ല രീതിയിൽ പരിശോധിച്ചിട്ട് അവനാവശ്യമുള്ള മരുന്ന് മാത്രം കൊടുക്കുന്ന സംവിധാനങ്ങൾ ഉണ്ട്. പക്ഷേ അവർക്ക് ആർക്കും സമയമില്ല. അവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് 1000 രോഗികളെ നോക്കിയിട്ട് പെട്ടെന്ന് പോയിട്ട് അവർ പ്രൈവറ്റ് പ്രാക്ടീസിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. സേവനം എന്നുള്ള മേഖലകൾ ഇവർ മാറ്റിയിട്ട് അവർക്ക് പണമുണ്ടാക്കുന്ന മേഖലകളാക്കി മാറ്റിയിരിക്കുന്നു. ഇതെല്ലാം ഗവൺമെൻറ് കണ്ണടച്ചിരിക്കുന്നു. ഗവൺമെൻറ് ഇതിനൊക്കെ പ്രതിവിധി ചെയ്യേണ്ട ഗവൺമെൻറ് ചെയ്യുന്നത് അവർക്ക് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞ് കണ്ണും പൂട്ടിയിരിക്കുന്നു. ഇതിനെല്ലാത്തിനും നിയമം തടയുന്ന മാർഗങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും ഗവൺമെൻറ് ചെയ്യുന്നില്ല. ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. അതൊക്കെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ മാറേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ ഇപ്പോൾ ജാമ്പുവാൻ്റെ കാലഘട്ടങ്ങളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ കുറച്ച് മാറിയിട്ടുണ്ടെന്നല്ലാതെ, ഈ കോവിഡ് വന്നതിന് ശേഷം കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെന്നല്ലാതെ ഇതൊക്കെ വളരെയേറെ ഉയർന്ന ലെവലിലേക്ക് പോകേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളൊക്കെ ക്യൂ നിൽക്കുന്നതാണ് ഒരു ടോക്കൺ എടുക്കാൻ വേണ്ടി. ഇപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്ന അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മണിക്ക് ഡോക്ടർ വരുന്നുണ്ടെങ്കിൽ 5 മണിക്ക് വെളുപ്പിന് 5 മണിക്ക് ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുന്നതാണ് ടോക്കൺ എടുക്കാൻ വേണ്ടി. അത്രയും സ്ലോയാണ് സംവിധാനങ്ങളല്ല. ഇന്ന് കമ്പ്യൂട്ടർ വന്നതിന് സ്പീഡാവും എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ വന്നതിന് ശേഷം അത്രയും സ്ലോയാണ്. അപ്പോൾ ഇതൊന്നും ഗവൺമെൻറ് പ്രതിനിധികളോ ജനപ്രതിനിധികളോ ഇവരൊന്നും പോയി അന്വേഷിക്കുന്നില്ല, നോക്കുന്നില്ല. വാർഡ് മെമ്പർ നോക്കുന്നില്ല, MLA നോക്കുന്നില്ല, MP നോക്കുന്നില്ല. ഇവരൊക്കെ അധികാരത്തിൽ വന്നു തന്നെ ഇവർ വലിയ കാറിലിരുന്ന് പോകുന്നതാണ്. റോഡ് പോലും നടന്നു പോലും പോകുന്നില്ല. ഇവർ റോഡിൻ്റെ അവസ്ഥ അറിയണില്ല. ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ആളുകൾ അവർ ആ നിയോഗം വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ സേവനമൊക്കെ മറന്നുപോയിട്ട് പണം ഉണ്ടാക്കുന്ന മാർഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഈ ആരോഗ്യ മേഖല വന്നിരിക്കുന്നത്. ആരോഗ്യ മേഖല വളരെ അപകടകരമായിരിക്കുന്നതാണ്. ഒരു പാവപ്പെട്ട ഒരു രോഗി ഒരാൾ വലിയ രോഗം വന്നു കഴിഞ്ഞാൽ അവൻ തെണ്ടുന്ന അവസ്ഥയാണ്. വാട്സപ്പിലും മറ്റു സോഷ്യൽ മീഡിയയിലെല്ലാം എനിക്ക് ഇന്ന അസുഖമാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇന്ന അസുഖമാണ്, അവന് 40 ലക്ഷം വേണം, 50 ലക്ഷം വേണം, 1 കോടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ട് ചികിത്സിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് മുതലെടുക്കുന്ന പ്രൈവറ്റ് ഡോക്ടർമാരും പ്രൈവറ്റ് കമ്പനികളും ഈ ഹോസ്പിറ്റലുകാരും പിന്നെ കുറേ സാമൂഹ്യ പ്രവർത്തകരെന്ന് പറയുന്ന ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ഈ പിന്നെ പിരിവെടുത്ത് നടത്തി കൊടുക്കുന്ന ടീം, അങ്ങനെ ഒരു ടീം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവരൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതാണ്. ഒരു വ്യക്തിക്ക് അവന് എന്ത് അസുഖം വന്നാലും അവനെ സൗജന്യമായി ചികിത്സിക്കേണ്ട ചുമതല ഗവൺമെൻറ്റിൻ്റെയാണ്. ഇവനൊന്നും ആരെയും മുമ്പിൽ തെണ്ടേണ്ട ആവശ്യമില്ല. ഞാൻ ക്ലാസ്സിൽ ശരിക്കും ലേറ്റായിട്ടാണ് വന്നത്. അപ്പം ഞാൻ അനുഭവസ്ഥനാണെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ ഒരു വർഷത്തേക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ മെയ്യിൽ എനിക്ക് അറ്റാക്ക് വന്നതാണ്, ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. എന്നിട്ട് അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒരു പ്രമുഖ അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇതിലോട്ട് മാറിയത്. ഇപ്പോൾ അതിന് ഇവിടെ പ്രമുഖ ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ പറഞ്ഞ് ഉടനെ തന്നെ സർജറി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ അതിനുവേണ്ടി നിർബന്ധിച്ച്. അപ്പം ഡേറ്റൊക്കെ നിശ്ചയിച്ച് സർജറി ചെയ്യാനുള്ള. അപ്പം ഞാനും വില്ലിങ്ങായി എന്ത് ചെയ്യാൻ പറ്റും എന്നല്ല. അപ്പോഴാണ് ഇത് ചേട്ടൻ വന്നിട്ട് പറഞ്ഞത്, എടാ അതിലൂടെ അങ്ങോട്ട് പോകരുത്, ഇവിടെ തൃശ്ശൂർ പട്ടിക്കാട് ഒരു സ്ഥലമുണ്ട്, നല്ല സ്ഥലമാണ്. ചേട്ടൻ അനുഭവസ്ഥമാണ്. എന്ന് വെച്ചാൽ ചേട്ടത്തി അമ്മക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ വന്നിട്ട് മാറിയതാണ്. അത് ആലുവയിലായിരുന്നു, അത് മാറി. അപ്പോൾ ആ അനുഭവം കൊണ്ട് ചേട്ടനോട് പറഞ്ഞ് ഒരിക്കലും സർജറി ചെയ്യരുതെന്ന് തന്നെ പറഞ്ഞു. ഞാൻ ചേട്ടനെ കൂടി തൃശ്ശൂരേക്ക് പോയി. അപ്പോൾ ജഗീഷ് സാർ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എന്നിട്ട് എന്നെ അവിടെ കൃത്യം ഒരു മാസം അവിടെ ഞാൻ കിടന്ന്. അപ്പോൾ എനിക്ക് ഒത്തിരി വണ്ണമൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. അതിന് ആ കൊഴുപ്പൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നോർമലായിപ്പോൾ. ഇനി 7-ാം തീയതി ഈ അടുത്ത മാസം ജൂണിൽ 7-ാം തീയതി ഒരു ഫോളോ അപ്പിന് വേണ്ടി 2 ആഴ്ച അവിടെ കിടക്കും. അപ്പോൾ അനുഭവസ്ഥനാണ്. എങ്ങനെയാണ് ഈ ക്ലാസ്സിനെ പറ്റി അറിഞ്ഞത്? ഞാൻ ചേട്ടൻ മുഖേന ചേട്ടനെ അനുഭവസ്ഥനാണേ. ചേട്ടത്തിയമ്മനെ കൊണ്ടുപോയതിനു ശേഷം ചേട്ടത്തിയമ്മ കംപ്ലീറ്റ് റിക്കവർ ആയതാണ് ചേട്ടത്തിയമ്മ. അപ്പോൾ അതിനുശേഷം ചേട്ടൻ അറിഞ്ഞത്. അപ്പോൾ ചേട്ടനിലൂടെ ഞാനറിഞ്ഞു. അപ്പോൾ ഞാൻ ഈ അറിയുന്ന ആൾക്കാരെല്ലാം ഞാൻ പറയാറുണ്ട്, നാച്ചുറൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. ഒത്തിരി ആൾക്കാരെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുമുണ്ട്. അപ്പോൾ കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതും പറയേണ്ട ആൾക്കാർ അതുകൊണ്ടായിരിക്കാം അത് കാരണം വല്ല ഹെൽത്ത് ഇഷ്യൂസോ മറ്റോ ഫേസ് ചെയ്തിട്ട് ഇല്ല. പിന്നെ എനിക്ക് നടക്കുമ്പോൾ ഇങ്ങനെ കഥപ്പ് വരുമായിരുന്നു. അപ്പോൾ ജഗീബ് സാർ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ആയിരിക്കും ഇങ്ങനത്തെ ഒത്തിരി സിംറ്റംസ് ഉള്ള ആൾക്കാർ വരുന്നുണ്ട് ഇതിൻ്റെ പറഞ്ഞുകൊണ്ട്. തേർഡ് ഡോസ് എടുത്തിട്ടുണ്ട്? ഇല്ല. ആകെ 2 ഡോസ് മാത്രമേ എടുത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ഈ ക്ലാസ്സിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ 2000 മുതൽ ഈ പ്രസ്ഥാനമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് നേച്ചുറോപ്പതിനെ പറ്റി പറയാനുള്ളത്? നേച്ചുറോപ്പതിയെ പറ്റി പറയാനുള്ളത് നമ്മൾ ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതായത് മനുഷ്യ ശരീരം സ്വയം ക്യൂർ ചെയ്യാൻ സാധ്യതകളാണ്, അതിൽ വേറെ ഔട്ട്സൈഡ് ഇടപെടൽ വേണ്ട എന്നുള്ളതാണ്. അത് ശരിയാണ്. കാരണം ഈ മൃഗങ്ങളും മനുഷ്യനും ജീവിതം ബോഡി സ്ട്രക്ചർ ഒന്ന് തന്നെയാണ്. അവർക്ക് ബുദ്ധിശക്തിയില്ല, നമുക്ക് ബുദ്ധിശക്തിയില്ല, കോമൺ സെൻസ് ഉണ്ടെന്നതാണ് വ്യത്യാസം. മൃഗങ്ങൾക്ക്, ഈ കാട്ടിൽ ജീവിക്കുന്ന ആനകൾക്ക് എരണ്ടക്കെട്ടോ അല്ലെങ്കിൽ മറ്റേ കറുത്ത പാടൊന്നും വരുന്നില്ല. കാരണം അവർ നാച്ചുറലായിട്ട് അവർക്ക് വിധിച്ച ഭക്ഷണമാണ് കഴിക്കുന്നത്. ഇവിടെ മനുഷ്യനങ്ങനെയല്ല. മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്ന ആനകളും ബാക്കിയുള്ള മൃഗങ്ങൾക്ക് അവർക്കും ചികിത്സ വേണ്ടി വരുന്നുണ്ട്. കാട്ടിൽ വളരുന്നതിനൊന്നും വേണ്ട.
അതേപോലെ നമ്മുടെ ഈ ഭക്ഷണ രീതി നമുക്ക് കൈകൊണ്ട് പറിച്ച് കഴിക്കാനുള്ള ഇതാണ് വില തന്നിരിക്കുന്നത്. അല്ലാണ്ട് ഈ കോമ്പലൊന്നും വേണ്ട കടിച്ച് കീഴാനായിട്ടുള്ളത്. അതൊക്കെയാണ് പണ്ട് മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ തൃപ്പൂണിത്തുറ ആദ്യം ചമ്പക്കരയായിരുന്നു. ചമ്പക്കര ആയിരുന്നപ്പോൾ മുതൽ അവിടെ ഞങ്ങൾ കൂടിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ മീറ്റിംഗ്. ഇപ്പോൾ അവിടെ വലിയ ഇതൊക്കെ പണിത് നമ്മുടെ ഒരു ഗ്രൗണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പല കാര്യങ്ങൾക്കും ഈ ബാനർ കെട്ടാനും അതിനൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുടുംബത്തെ പറ്റി വരികയാണെങ്കിൽ എൻ്റെ മരുമോള്, അതായത് മകൻ്റെ ഭാര്യ, 2 ഡെലിവറി കഴിഞ്ഞു. 2ഉം ഇദ്ദേഹത്തിൻ്റെ ഇതിലാണ്. 77 2078 മോൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ 79-80 സീസൺ മക്കൾ ആണും പെണ്ണും 2 പേർക്കും കോവിഡല്ല മറ്റേ ഇതുണ്ടല്ലോ ജനിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന എന്താണത്, പോളിയോ. ഇതുവരെ അവർക്ക് ഒരു മരുന്നും കൊടുത്തിട്ടില്ല. അബദ്ധത്തിൽ പെട്ടത് ഈ കോവിഡ് ഇഞ്ചക്ഷൻ മാത്രമാണ്. അത് കാരണം ഇപ്പോൾ ഞാനും 2 എടുത്തിട്ടുണ്ട്. കാരണം ഞാനിവിടെ ആലുവയിലാണ് താമസിക്കുന്നത്. മക്കളുടെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഈ വാക്സിൻ കാരണം വല്ല ഹെൽത്ത് ഇഷ്യൂസോ മറ്റോ ഫേസ് ചെയ്തിട്ടുണ്ട്? ഞാൻ പ്രകൃതിയായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഞാൻ ജേക്കബ് സാറിനെ അന്വേഷിച്ചപ്പോൾ കമ്മത്തിനത് വേണ്ട എന്നാണ് പറഞ്ഞത്. ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വന്നായിരുന്നു വാക്സിൻ ഇതുവരെയായിട്ട്? അതായത് എൻ്റെ വൈഫ് കോവിഡ് ഇഞ്ചക്ഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ മരിച്ചുപോയി. അവർ മരിച്ചതും ഒരു ട്രാജഡിയാണ്. കാരണം അവർക്ക് പല അസുഖങ്ങളാണ്. ഈ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഈ വേദം വെള്ളം കുളിപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ടല്ലോ, അത് 2 പ്രസവത്തിൻ്റെ അടുപ്പിച്ചായതുകൊണ്ട് 1 വർഷത്തിൻ്റെ വ്യത്യാസത്തിലാണ് മൂത്തയും ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് വന്നപ്പോൾ അവർക്ക് നട്ടെല്ലൊന്ന് വളഞ്ഞ പോലെ നിവർന്ന് നടക്കാൻ പറ്റാണ്ടായി. 13 ദിവസം ഈ ചമ്പക്കര ഹോസ്പിറ്റലിലാണ് കിടന്ന്, അതും മാറി. അതേപോലെ ഇവർക്ക് ഈ ഇതുണ്ടല്ലോ മെൻസസ് സ്റ്റോപ്പാകാൻ നേരത്തൊരു ബ്ലഡ് കട്ടായിട്ട് പോകുന്ന പരിപാടിക്കുണ്ടല്ലോ, അതാണെന്ന് പറഞ്ഞ് കാരണന്മാരൊക്കെ. പക്ഷേ അത് കുറേ കട്ടായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ വിദ്യാ സ്റ്റീഫൻ്റെ അടുത്ത് പോയി. അവരാണ് 2 ഡെലിവറി സിസേറിയൻ എൻ്റെ വൈഫിന് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ഒരു ഫൈബ്രോയിഡ് ഉണ്ട്, അത് കളയണമെന്ന് പറഞ്ഞു. അത് കളഞ്ഞു. അതിനുശേഷം പിന്നെയും ഇതുപോലെ വരുന്നപ്പോൾ പറഞ്ഞ് ഇനി ഇത് മാറ്റണം, ഗർഭപാത്രം മാറ്റണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ജേക്കബ് സാറുമായിട്ട് കൺസൾട്ട് ചെയ്തു. അവിടെ 13 ദിവസം കിടന്നു, കുഴപ്പമൊന്നുമില്ല. 2ാമത് പഴയ ഡോക്ടറെ പോയി കണ്ടു, ടെസ്റ്റ് ചെയ്യിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്ത് പറ്റി? ഡോക്ടർ തന്ന മരുന്ന് കളയുക ചെയ്തത്. ഡോക്ടർ തന്ന മരുന്ന് കഴിച്ച് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാണ്ട് വന്നാന്ന് പറഞ്ഞു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം മരിക്കുന്നവരെ ഗർഭപാത്രം സംബന്ധിച്ച് ഒരു അസുഖം വന്നില്ല. ഞങ്ങൾ ഉത്തരാഖണ്ഡിൽ 2016 സീസണിൽ 15 സീസണിൽ ഒരു യാത്ര പോയി. അവിടെ ചെന്നപ്പോൾ ഈ പച്ചവെള്ളം പോലും ചില സ്ഥലത്ത് കിട്ടുന്നില്ല. ഫാൻറ്റ മറ്റേ സ്പ്രൈറ്റൊക്കെ ആണ് എല്ലായിടത്തും ഉള്ളത്. മനുഷ്യന് ദാഹത്തിന് വരാൻ കഴിക്കണ്ട, അതൊക്കെ കഴിച്ചു. നാട്ടിൽ വന്നപ്പോൾ ഷുഗർ 350. അപ്പോൾ ആ ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്കാണ് വൈഫിന് കാരണം അത് കൊറോണ ആയതുകൊണ്ട് ഈ ജേക്കബ് സാറിനെയും കോൺടാക്ട് ചെയ്യാൻ നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷനായിപ്പോയി. അങ്ങനെ ഷുഗറിന് ചികിത്സിക്കാനായിട്ട് തൃപ്പൂണിത്തുറ ഒരു ഹോസ്പിറ്റലിൽ ദേവി ക്ലിനിക്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്തു. അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോഴവർ ഷുഗറിന് 1000 mg ഗുളിക തന്നത്. ഞാൻ പോലും 500 കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ചുണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർക്കങ്ങനെ ഇത് കൂടിയപ്പോൾ പെട്ടെന്ന് ഈ അയാൾ വേറൊരു ഇത് ചെയ്തു. വൈറ്റ് ബ്ലഡ് സെൽസ് കുറവാണെന്നും പറഞ്ഞുകൊണ്ട് 4000 ഉള്ളൂ, 11,000 വേണമെന്ന് പറഞ്ഞുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി. അത് ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഇത് ഡയഗ്നേഷൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് 4000-ന് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മരുന്ന് കൊടുത്ത കാരണം 2 ലക്ഷമായിട്ട് പേരുകി. അതായത് ഇതായിട്ട് മാറി, ലൂക്കേമിയായിട്ട് മാറി. അപ്പോൾ ആലുവയിൽ ഞങ്ങളുടെ അടുത്തുള്ള കാരത്തോളി ഹോസ്പിറ്റലിൽ ആദ്യം അഡ്മിറ്റ് ചെയ്ത്. അവിടെ നിന്ന് മറ്റേ മെഡിസിൻ ഇൻചാർജ് വന്നിട്ട് ഇവിടേക്ക് അമൃതയിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവർ ഇത് കുറച്ച് കൊണ്ടുവന്നു, 11,000 ആക്കി. പക്ഷേ അപ്പോഴേക്കും ലങ്സ് ഇൻഫെക്ഷൻ തുടങ്ങി. അങ്ങനെയാണ് ആൾ തട്ടിപ്പോയത്. നേരെ മറിച്ച് ഇപ്പോഴും എനിക്ക് വിശ്വാസം മറ്റേ ജേക്കബിൻ്റെ അടുത്ത് പോയിരുന്നെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യില്ല എന്നുള്ള എനിക്ക് വിശ്വാസമുണ്ട്. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും പറയുന്നില്ല ഇതിനെപ്പറ്റി. ഇതൊക്കെ ജനങ്ങൾ ഇനി ഫർദറായിട്ട് മനസ്സിലാക്കണം. ഡെയിലി ഈ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്ന പോലെ, മൊബൈലൊക്കെ അപ്ഡേഷൻ ചെയ്യുന്ന പോലെ ഓരോ കോഴ്സിനും വരുന്നതാണ്. എനിക്കിവിടെ നിന്ന് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. പക്ഷേ എല്ലാ സെമിനാറിനും അടുത്തുള്ളതൊക്കെ ഞാൻ പോകാറുണ്ട്. പാലക്കാട് ക്യാമ്പിന് പോയിരുന്നു.
അങ്ങനെ എപ്പോഴും കീപ്പ് ഇൻ ടച്ച് വിത്ത് മിസ്റ്റർ ജേക്കബാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ.